പഠിക്കേ. ആ കാക്കയെ കാക്കയെ കൂടെ വിടെ കൂടെ വിടെ കൂടെ വിടെ പറഞ്ഞേ. ആ കൂടെ വിടെ. താത്തേ താത്തേ താത്തയല്ലേ താത്തേ താത്തേ കൂടെ വിടെ. കൂടെ വിടെ കൂട് കൂട് കാക്കേന്റെ കൂടെ വിടെ കൂടെ വിടെ. മോളെ അവന് ജോലിക്ക് തന്നെ പോയതാണോ? അങ്ങനത്തെ ചോദ്യമൊന്നും അമ്മയോട് ചോദിക്കല്ല അമ്മമ്മേ, അമ്മ പെട്ടുപോകും. അവന് ആ കേബിൾ TV തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി കറങ്ങി നടക്കാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുവന്ന്. അച്ഛനെ അടങ്ങി ഒതുങ്ങി നിക്കണെങ്കിലേ ആ സ്വപ്നത്തിന് മാത്രം നടക്കൂ. നീ അപ്പൂപ്പനെ കൊണ്ട് ഐസ്ക്രീം മേടിപ്പിച്ചാ? അയ്യോ കൊതി വിടണ്ട, എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല. എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. നിനക്കും ബാലുവിനും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതിന് ബാലുവിടെ ഇല്ലല്ലോ, അവൻ ജോലിക്ക് പോയില്ലേ? എവിടെ? അത് തൃശ്ശൂരാ, ചാലക്കുടിയാ, അവിടെ എവിടെയാന്ന് പറഞ്ഞത്. ചാലക്കുടിയില്ലോ? അവൻ എന്നോട് പറയാതെ പോയി കളഞ്ഞില്ല. അത് പോയിട്ട് എമർജൻസി ഉണ്ട്, അവിടെ ചെന്നാലേ പെട്ടെന്ന് പണി തുടങ്ങേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് എല്ലാവരോടും പറയാനൊന്നും സമയമില്ലെന്നും പറഞ്ഞാ പോയെ. ഇന്ന് വരുമോ? ആര്? അച്ഛനാ? ജോലിക്കൊന്നും പറഞ്ഞ് പോയാലേ 5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുവരെ പണിയുണ്ടോ അവിടെ? പണി 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ അച്ഛാ, പക്ഷെ ബാക്കിയുള്ള ദിവസമൊക്കെ അവിടെ കറങ്ങി നടക്കും. ഓഹോ. മോളെ ശിവാനി, അപ്പൂപ്പന്റെ ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ കൂത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നേ. എന്തിനാ അച്ഛാ ഇപ്പൊ ഫോൺ? ബാലിനെ വിളിക്കാൻ. അച്ഛനെ വിളിക്കണമെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. വേണ്ട, എന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കണം. എന്താ അച്ഛാ? ആ നീ എവിടാ? അങ്കമാലിയിലോ? അങ്കമാലിയിലെത്താൻ സമയമായിട്ടുണ്ടായിരുന്നു. കൂടി വന്ന ഇടപ്പള്ളി, അത്രേ ഉള്ളൂ. എവിടെയാടാ നീ? വാഴക്കാലല്ലോ. ഇങ്ങോട്ട് വേടാ. വേണ്ട വേണ്ട, കാര്യങ്ങളെ കൂടെ വന്നിട്ട് പറയാം. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ആ വേണ്ടാട്ടെ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ, വേണ്ട. ശരി. അച്ഛാ ഇപ്പൊ ബാലു എവിടെ എത്തിന്നാ പറഞ്ഞേ? ആദ്യം അവൻ അങ്കമാലി, പിന്നെ എടപ്പള്ളി, പിന്നെ അവൻ വാഴക്കാല. അവനിങ്ങ് വരട്ടെ, അവനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശരിടാ. അവന്റെ എന്തെങ്കിലും കള്ളത്തരം ഞാൻ അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം മുങ്ങിക്കളയും. ഇതവൻ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, പണ്ടേ ഉള്ളത് അവന്റെ ഈ സ്വഭാവം. എന്റെ അപ്പൂപ്പ അച്ഛന്റെ സെയിം സ്വഭാവം തന്നെ ചേട്ടനും. ആണോടാ? പോരാണെന്ന് ചുമ്മാ അപ്പൂപ്പ. അല്ല, അവനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് അവനെ വിളിച്ചു നോക്കട്ടെ, ഫോൺ എടുത്തോണ്ട് വരട്ടെ. ആ വിളിക്കണ്ട, നേരത്തെ. ഓ ഇവിടെ വന്നേ. നീ ഇവിടെ വേണ. എവിടായിരുന്നു നീ? ഞാൻ വർക്കിന് വരുന്നു. അല്ല നീ എന്താ എന്നോട് പറയാതെ പോയത്? അച്ഛൻ ഞാൻ പറഞ്ഞില്ല. അപ്പം അച്ഛൻ ശിവാനി മോളെ കൊണ്ട് റോഡിലോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഡിസ്റ്റർബ് ചെയ്യേണ്ടതിന് ഞാൻ പറഞ്ഞില്ല. അല്ലാതെ വെള്ളപ്പൊക്ക സഹായധനത്തിന്റെ കാര്യം നിന്നോട് ചോദിക്കുന്നു കരുതി നീ മുങ്ങിയതല്ല അല്ലേ? വെള്ളപ്പൊക്കത്തിന്റെ സഹായധനോ? അതെന്തോന്ന്? അത് മോൾ അറിഞ്ഞില്ലേ? ഇല്ല. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം നെയ്യാറ്റിൻകര വന്നപ്പം പഞ്ചായത്തിൽ കൊണ്ട് ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ ധനസഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. ബാലു, നിങ്ങൾ വെള്ളപ്പൊക്കത്തിന് എന്ത് ദുരിതം അനുഭവിച്ചിട്ടാ ഈ അപേക്ഷ കൊടുക്കാൻ പോയേ? ദുരിതം അനുഭവിച്ചിട്ട് മാത്രമേ അപേക്ഷ കൊടുക്കാവൂ. എല്ലാവരും കൊടുത്തപ്പോൾ കൂട്ടത്തിൽ ഞാനും കൊടുത്തു. എത്ര രൂപയ്ക്ക്? 10,000. എന്റെ മോളെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നാണം കെടാനില്ല. അപേക്ഷ കൊടുത്തിട്ട് ഇവനിങ് പോകുന്നു. പഞ്ചായത്തിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും മെമ്പറും കൂടെ വീട്ടിൽ വന്നു ഇൻസ്പെക്ഷന് വേണ്ടി. ഈ മെമ്പർ ആരാന്ന് വെച്ചാ? ആരാ മെമ്പർ? നമ്മളിവിടെ കൊപ്ര പറിക്കൊണ്ടിരുന്ന ഒരുത്തരുണ്ടല്ലോ, അവന്റെ പേര് മിണ്ടരുത്, അടിക്കല്ലേ. നാണം കെടാനില്ല ഇതുപോലെ. അവസാനം വരെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പെട്ട പാട് ചില്ലറയല്ല. അതൊരാള് തെറ്റിപ്പോയതാ, അഡ്രസ്സ് മാറിപ്പോയതാ എന്നൊക്കെ പറഞ്ഞു ഒരു തരത്തിൽ ഞാൻ അവരെ അവിടുന്ന് ഒഴിവാക്കി. അല്ലാതെ എന്ത് പറയാനാ? മോളെ, ഇവൻ കഴിഞ്ഞ പ്രാവശ്യം നെയ്യാറ്റിൻകര വന്നപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് 2,000 രൂപ മേടിച്ചോണ്ട് പോയി. പഞ്ചായത്തിൽ കൊടുക്കാനാന്ന് പറഞ്ഞു. ഇതിനായിരുന്നോടാ? അമ്മ അത് മോന് കൈക്ക് കൊടുക്കാൻ വേണ്ടിയാണ് 2,000 കൊടുത്തത്. 2,000 കൊടുത്തത് 8,000 കിട്ടുമല്ലോ. 2000-ന് 8,000.
എടാ നിനക്ക് കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? അത് തന്നെ, അവന് വേറെങ്ങും കാശ് കിട്ടാത്തോണ്ടല്ലേ പാവപ്പെട്ടവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന കാശിന് വേണ്ടി അപേക്ഷിക്കാൻ പോയത്. അത്ര ഗതിയോടൊന്നും ശൂലം കൂടി വീട്ടുകാർക്ക് വന്നിട്ടില്ല കേട്ടാ. മേലായിമാര് കാര്യം ചെയ്തേക്കരുത്. അമ്മ ഞാനും പാവല്ല അമ്മ. അടിച്ചതിന്റെ പാവം. അമ്മ ഇതിപ്പോ ഗതികേടിന്റെ പ്രശ്നമൊന്നുമല്ല, ഇതുപോലുള്ള ആൾക്കാർ കാരണമാണ് ആ 10,000 രൂപ അർഹതപ്പെട്ടവർക്കൊരും കിട്ടാത്തത്. ബാലു, നിങ്ങൾക്ക് ഇവിടെ എന്ത് ദുരിതമുണ്ടായിട്ടാ നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷിച്ചേ? എന്ത് എനിക്ക് ദുരിതമില്ലേ, പക്ഷെ അപേക്ഷ സ്ഥലം മാറിപ്പോയി. ഞാൻ ഒന്നുകൂടെ പറയാ, മേലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിച്ചു പോരുത്. അർഹതയില്ലാത്ത ഒന്നും ഇവിടെ ആർക്കും വേണ്ട. ആർക്കും വേണ്ട, ഇവിടെ ആർക്കും വേണ്ട. എടാ നിനക്ക് എത്ര കാശ് വേണമല്ലോ എന്നോട് ചോദിച്ചാ പോരെ? ഞാൻ തരില്ലായിരുന്നോ? 10,000 വേണോ? വേണ്ട. 1 ലക്ഷം വേണോ? 10 ലക്ഷം കിട്ടിയാ കൊള്ളാം. കിട്ടിയിട്ട് നീ എന്താ ചെയ്യാനാ? കണ്ടോണ്ടിരിക്കല്ലേ. കണ്ടോണ്ടിരിക്കാനായിട്ട് ഇതെന്തോന്നാ ചെയ്ത്? തല്ലുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യം തല്ലരുത് 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 എന്ന് പറഞ്ഞു. ഈ കണക്കിന് ഒരു തല്ല് കൊടുക്കാമായിരുന്നു. പണ്ട് ഇവനിങ്ങനെയാ, അച്ഛൻ കൈ ഓങ്ങുന്നതിന് മുമ്പേ തല്ലരുത് 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 എന്ന് പറയും.